ചരിത്രപരമായിട്ട് നമ്മളിപ്പോഴും പുതിയ നിയമത്തിലാണ്. പക്ഷേ നമ്മൾ മാനസികമായിട്ട് നമ്മളിപ്പോഴും പഴയ നിയമത്തിൽ തന്നെയാണ്. നമ്മളിപ്പോഴും വിചാരിച്ചിരിക്കും നമ്മളിങ്ങനെ 10 കൂടി മെഴുകുതിരി കത്തിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ കൈയടിച്ച് സന്തോഷിക്കുന്നു. എന്താ പുതിയ നിയമം എന്നറിയാമോ? മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്? ദൈവം എന്നെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ പുത്രനെ അയച്ചു എന്ന് വിശ്വസിക്കുന്നതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. ഒരു പ്രവൃത്തി, നമ്മൾ മരുത്വാമല കയറി അതിൻ്റെ മേളിൽ കുരിശടി സ്ഥാപിച്ച് 365 ദിവസവും ആരാധന നടത്തിയാലും ദൈവത്തെ പ്രസാദിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു. ദൈവത്തെ എന്ത് പ്രസാദിപ്പിക്കുന്നറിയാം? നമ്മൾ ഈ ആരാധനയും പ്രാർത്ഥനയും നടത്തുന്നത് യേശുവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ പേരിലാണ്, യേശുവിലുള്ള വിശ്വാസം. ഇത് അതുകൊണ്ടാണ് പറയുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യം. നിങ്ങളിപ്പോൾ കേരളത്തിലെ എല്ലാ പാവപ്പെട്ടവർക്കും വീട് വെച്ച് കൊടുത്തെന്ന് വെച്ചോ, ദൈവം പ്രസാദിക്കില്ല. അതൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. പിന്നെ എന്തിലാ ദൈവം